അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള 313 മുർസലുകളെ കൊണ്ടും ലോകത്ത് പറയിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പരിശുദ്ധമായ കലിമയിലുള്ള തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം അറഫയെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അഫ്ളലു ദുആഇ ദുആഉ അറഫ, ഏറ്റവും നല്ല ദുആ അറഫയിലുള്ള ദുആ ആണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ ലാ ശരീക ല ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക്, ഏറ്റവും മഹത്വമുള്ള വാക്ക്, ഏറ്റവും പ്രഗത്ഭമായ വാക്ക് ഞാനും എൻ്റെ പൂർവികന്മാരായ നബിമാരും പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയാണ്. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, യാ അല്ലാഹ്, നിന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു ദിക്ർ പഠിപ്പിച്ചതാ അല്ലാഹ് എനിക്ക്, എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാൻ, നിന്നെ ഓർത്തുകൊണ്ടിരിക്കാൻ, നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് സ്ഥിരമായി പതിവാക്കാൻ ഒരു ദിക്ർ എനിക്ക് പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമോട് പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി എന്ന്. അപ്പം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, യാ അല്ലാഹ്, ഇതെല്ലാവരും ചൊല്ലുന്നതാണല്ലോ, സാധാരണക്കാരെല്ലാം, നിന്നെ അറിഞ്ഞവരെല്ലാം ചൊല്ലുന്നൊരു ദിക്റാണല്ലോ അത്, എനിക്ക് പ്രത്യേകമായിട്ടൊരു ദിക്ർ. അപ്പൊ അല്ലാഹു തആല മൂസ നബിയോട് പറഞ്ഞൊരു വാക്ക് അഷ്റഫുൽ ഖൽക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓ മൂസ, ഈ ആകാശവും ഭൂമിയും, ആകാശത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം തുലാസിന്റെ ഒരു തട്ടിലിടുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമ മറ്റേ തട്ടിലിട്ടാൽ ആ തൗഹീദിന്റെ കലിമ ഇട്ട തട്ടാൽ മൂസ കൂടുതൽ തൂക്കം കൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ്. നാം പറയാറുണ്ടല്ലോ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ അല്ലാഹ് മനുഷ്യർക്ക് മാനുഷികമായി നൽകിയതാണ്. അവിടെ പ്രത്യേകമായ ഒരു ആദർശവും അല്ലാഹു തആല പഠിപ്പിക്കുന്നില്ല. നിനക്ക് കല്യാണം കഴിച്ചാൽ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇന്ന ആദർശക്കാരനായിരിക്കണം, കൃഷി ചെയ്താൽ വിളവ് കിട്ടണമെങ്കിൽ ഇന്ന ആദർശക്കാരനായിരിക്കണം, അതേപോലെ കച്ചവടം ചെയ്താൽ ലാഭം കിട്ടണമെങ്കിൽ ഇന്ന ആദർശക്കാരനായിരിക്കണം. ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യവസ്ഥയും ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല വ്യവസ്ഥയായിട്ട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റെടുത്തവരായിരിക്കണം. അതുകൊണ്ടാണ് പ്രവാചകന്മാര് മുഴുവനും ചോദ്യം ചെയ്യപ്പെട്ടതും ഭ്രാന്തനാണെന്ന് വിളിക്കപ്പെട്ടതും കല്ലെറിയപ്പെട്ടതും നാടുകടത്തപ്പെട്ടതും. വേറെ ഒരാവശ്യത്തിനും ഭൂലോകത്ത് നബിമാർ നാടുകടത്തപ്പെട്ടിട്ടില്ല, മുഅ്മിനീങ്ങൾ നാടുകടത്തപ്പെട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രമാണ് നാടുകടത്തപ്പെട്ടത്. വമനഖമു മിൻഹും ഇല്ലാ അൻ യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അല്ലാഹു മാത്രം, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഉഹ്ദൂദ്, അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ കഥ പറഞ്ഞെടുത്ത്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്. ആ തീക്കുണ്ഡത്തിന്റെ ആൾക്കാർ തൊലയട്ടെ, നശിക്കട്ടെ അല്ലാഹു തആല പറഞ്ഞു. അന്നാരി ദാത്തിൽ വഖൂദ്, വലിയ കുഴിയുണ്ടാക്കി അതിൽ വിറകുകളിട്ട് തീ വെച്ച് ആ തീയിൽ മുഅ്മിനീങ്ങളെ ഇട്ട് കരിച്ചു കൊല്ലുകയായിരുന്നു. അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. മുഅ്മിനീങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലാഹു ആണ് എല്ലാം എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലാഹ് മാത്രമാണ് എല്ലാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ തീയിടപ്പെട്ടത്. അന്നാരി ദാത്തിൽ വഖൂദ്, കത്തിച്ച് ജ്വാലകളാക്കപ്പെട്ട കുഴിയിലിട്ടിട്ട് കൊന്നുകളഞ്ഞു പൂർവികന്മാരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തൗഹീദ് അംഗീകരിച്ചതിന്റെ പേരിൽ, അല്ലാഹു മാത്രം എന്ന് അംഗീകരിച്ചതിന്റെ പേരിൽ.
ഇതുഹും അലൈഹാ ഖുഊദ്. എന്നിട്ട് എന്താണ് അവർ ചെയ്തത്? മുഅ്മിനീങ്ങളെ തീയിലിട്ടിട്ട് കരിച്ച് ഭസ്മമാക്കുമ്പോൾ അവർ ആ തീക്കുണ്ടത്തിന് ചുറ്റും ഇരുന്നിട്ട് അട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു. എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാന്റെ എതിരിൽ ഇത്തരം ക്രൂരന്മാരായ ആൾക്കാരെ ശത്രുക്കളാക്കി നിർത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് കഅബാലയത്തിന്റെ പരിസരത്ത് ഒരു തലയണ തലക്ക് വെച്ചിട്ട് കിടക്കുന്ന സന്ദർഭം, ഒരു തുണി മടക്കി, ഒരു ഷീറ്റ് മടക്കി തലക്ക് വെച്ചിട്ട് കിടക്കുമ്പോഴാ മുഅ്മിനീങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, എത്ര വരെയാണ് സഹിക്കുക നബിയെ, എത്ര വരെയാണ് സഹിക്കുക? മത്താ നസ്റുള്ള, അല്ലാഹ് എപ്പോഴാണ് സഹായിക്കുക നബിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും പീഡിപ്പിക്കപ്പെടുകയാണല്ലോ നബിയെ, എപ്പോഴാണ് ഇത് തീരുക? അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ആ കിടന്നിട്ട് എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞത്, ഈ സൂറത്ത് ഓതി കൊടുത്തത്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. നിങ്ങളെ പൂർവികന്മാര് പീഡിപ്പിക്കപ്പെട്ട കഥ അറിയില്ലേ നിങ്ങൾ? ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ യമ്മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. അവർ ചെയ്തുകൊണ്ടിരുന്ന മുഅ്മിനീങ്ങളെ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അഖിലവും അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. വമാ നഖമൂ മിൻഹും ഇല്ലാ അൻ യുഅ്മിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അല്ലാഹു മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത്. നിങ്ങളും സഹിക്കിൻ, അല്ലാഹുവിന്റെ നടപടി വരുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ സമാശ്വസിപ്പിച്ചു സഹാബാക്കളെ. ഏത് കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും അതാണ്. ഏതാണ്ട് നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള 8500 കൊല്ലത്തെ ചരിത്രം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചരിത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നിയോഗിച്ചത്. ബാക്കി മുഴുവനും അതിന്റെ അനുബന്ധം മാത്രമാണ്. നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള കർമ്മങ്ങളായാലും, മുആശറാത്ത് വ്യക്തിബന്ധങ്ങളായാലും, കുടുംബ ബന്ധങ്ങളായാലും, അതേപോലെ തന്നെ മുആമലാത്ത് ഇടപാട് ബന്ധങ്ങളായാലും, എന്തെല്ലാം തരത്തിൽ മാതാപിതാക്കളോടുള്ള ഹക്ക് മുതൽ ഇങ്ങോട്ടുള്ള ഏത് ഹക്കുകളും എന്തിനു വേണ്ടിയുള്ളതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുത്ത ഷഹാദയെ ലൈവ് ആക്കി നിർത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദ ബാത്തിലാണോ, നിങ്ങൾ ഉഹുദ് മലയോളം നന്മ ചെയ്തിട്ടും ഫലമില്ല, വല്ലാഹി നാളെ ആഖിറത്തിൽ ഒരു കടുമണിയോളം അത് തൂങ്ങുകയില്ല എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഇവിടെ നന്മകൾ, സൽക്കർമ്മങ്ങൾ, നന്മകളെ പറ്റിയല്ല നമ്മളെ ചർച്ച. നന്മകൾ അടിസ്ഥാനത്തെ താങ്ങി നിർത്താനുള്ളതാ നമ്മുടെ ചർച്ച. തൗഹീദാണ്. അമ്പിയാക്കളെ ചർച്ച ദീനുൽ മുർസലീൻ, ദീനുൽ അംബിയായി വൽ മുർസലീൻ. അംബിയാ മുർസലീങ്ങളെ ദീന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അള്ളാഹ്ക്ക് പകരം അല്ലാഹു തആല മാത്രം, അല്ലാഹു അല്ലാത്ത ഒന്നുമില്ല. അള്ളാഹ്ക്ക് പകരം ഒരു നബിയില്ല, റസൂലില്ല, വലിയില്ല, ഷെയ്ഖില്ല. അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവലാണ് ഭൂലോകത്ത് മനുഷ്യനെ പാർപ്പിച്ചതിന്റെ ലക്ഷ്യം. എന്നും അല്ലാഹു തആല കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാര്യത്തിലുള്ള കരാർ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. നിസ്കാരം സഹിയാകണമെങ്കിൽ നിസ്കാരത്തെ പറ്റിയുള്ള ഇൽമു വേണം. വുളു ഉണ്ടാക്കി വന്നിട്ട് കയ്യും കെട്ടിട്ട് കുറെ നേരം നിന്ന് അസ്സലാമു അലൈക്കും പറഞ്ഞ നിസ്കാരാവൂല എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നാൽ നോമ്പാവൂല എന്ന് എല്ലാവർക്കും അറിയാം. നിസ്കാരത്തെ പറ്റി കൃത്യമായ ഇൽമു നമുക്കുണ്ടാവണം. നോമിനെ പറ്റി കൃത്യമായ ഇൽമുണ്ടാവണം. ഹജ്ജിനെ പറ്റി കൃത്യമായ ഇൽമുണ്ടാവണം. വിമാനത്തിൽ കയറി മക്കത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ ഹാജിയാവൂല, ഹജ്ജാവൂല. അതിനെപ്പറ്റി കൃത്യമായ അറിവുണ്ടാവണം. ഇതേപോലെ ഷഹാദ സഹിയാകാനും ഇൽമ ആവശ്യമാണ്. കൂട്ടരെ നിസ്കാരം സഹിയാകാൻ മാത്രം ഇൽമ്, ഷഹാദയെ പറ്റി അതില്ല. അത് നമ്മൾ ദിക്ർ ചൊല്ലിയാ മതി. ഈ ജഹാലത്ത് ആര് പഠിപ്പിച്ചതാണ്? ആരാണ് ഈ ജഹാലത്ത് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? അതെ, ജൂത സമൂഹം ഏൽപ്പിച്ച ഷീഈ ഏജന്റാണ് ആ രീതിയിൽ ഒരു ഇൽമ സമൂഹത്തിന് കൊടുത്തത്. കാരണം മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രമേ ജൂതനസാറാക്കളും ഇസ്ലാമിന്റെ ശത്രുക്കളും ഭയപ്പെടുന്നുള്ളൂ. അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ സഹിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടോ, ഇത് മാത്രമേ അവർക്ക് ഭയമുള്ളൂ. മുസ്ലിം സമൂഹം നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഈ കാര്യത്തിലൊന്നും ജൂത സമൂഹത്തിന് പേടിയില്ല. മുസ്ലിം ഉമ്മത്തിന് ഏക കാര്യത്തിൽ മാത്രമാണ് ഭയപ്പെടുന്നത്. കാരണം എന്താ? ജൂതന്മാര് ചരിത്രമറിയുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കുള്ള ഷഹാദ സ്വഹിയാക്കിയാൽ ആകാശത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം എന്താണെന്ന് ജൂതന്മാര് മൂസ നബിയുടെ കാലത്ത് കൃത്യമായി പഠിച്ചവരാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ ഭയപ്പെടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഉലമാക്കൾ അത് കൃത്യമായിട്ട് സമൂഹത്തെ പഠിപ്പിക്കുന്നുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേലി സമൂഹവും അഥവാ ഇന്നത്തെ ജൂതന്റെ പൂർവികനായ ഇസ്രായേലി മുസ്ലിമീങ്ങൾ അവരും എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടത്
അത് ലാ ഇലാഹ ഇല്ലല്ലയിൽ വളരെ ശക്തമായി ഉറച്ചു നിന്നപ്പോഴാണ് ആകാശത്തിൽ നിന്ന് മഞ്ഞസൽവ ഇറക്കി കിട്ടിയത്. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസൽവ. അതേപോലെ തന്നെ സമുദ്രം പിളർന്ന് ശത്രുപക്ഷത്തെ മുക്കിക്കൊന്നത്, അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് കാർമേഘം തണലിട്ടത്, അതേപോലെ തന്നെ 10,000 നബിമാരെ നിയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സമൂഹത്തെ അള്ളാഹു ശക്തിപ്പെടുത്തിയത്, ഇതൊക്കെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലയിലുള്ള ഷഹാദ ലൈവാക്കി നിർത്താൻ അന്നത്തെ മുസ്ലിമീങ്ങൾ തയ്യാറായപ്പോഴുള്ള ആനുകൂല്യങ്ങളാണ്. ആകാശത്തിൽ നിന്ന് നേരിട്ട് അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ ഇടപെടൽ നേരിട്ട് അനുഭവിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. അത് മുസ്ലിമീങ്ങളെ കൊണ്ട് അനുവദിച്ചുകൂടാ. മുഹമ്മദീ ഉമ്മത്ത് ആ രീതിയിൽ യോഗ്യത നേടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ മുഹമ്മദീ ഉമ്മത്ത് ആ രീതിയിൽ യോഗ്യത നേടിക്കഴിഞ്ഞാൽ ആകാശത്തിന്റെ നടപടിക്രമങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി വരും. അതോടുകൂടി ജൂദായിസം തകരും, നസ്രാനായിസം തകരും, എല്ലാം തകരും. ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അള്ളാഹു തകർത്തിക്കളയും. പൂർവികന്മാരെ ചരിത്രം അവർക്ക് നന്നായിട്ട് അറിയാം. നൂഹ് നബിക്ക് വേണ്ടി വെള്ളപ്പൊക്കത്തെ ഇറക്കിയ അള്ളാഹ്, ഹൂദ് നബിക്ക് വേണ്ടി ഹൂദ് നബിക്ക് വേണ്ടി കൊടുങ്കാറ്റിനെ അയച്ച അള്ളാഹു, സാലിഹ് നബിക്ക് വേണ്ടി ഭൂകമ്പത്തെ അയച്ച അള്ളാഹു, ഫിറഔന് വേണ്ടി വെള്ളപ്പൊക്കം, മൂസ നബിക്ക് വേണ്ടി കടലിനെ പിളർത്തിയ അള്ളാഹു, അബ്ദുൽ മുത്തലിബിന് വേണ്ടിയിട്ട് പ്യൂർ മുസ്ലിം അല്ലെങ്കിലും അല്ലാഹു തആല ഭാവിയിൽ വരുന്ന ഖുറൈശി സമൂഹത്തെ സഹായിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബിന് വേണ്ടി അബ്രഹത്തിന്റെ അല്ലെങ്കിൽ റോമൻ ക്രിസ്തീയ സമൂഹത്തിന്റെ പട്ടാളത്തെ അബാബിൽ പക്ഷികളെ കൊണ്ട് നശിപ്പിച്ച അല്ലാഹു എല്ലാ സമയത്തും അല്ല കഴിവുള്ളവനാണ്. ഇത് ജൂതൻ അറിയാം. മുഹമ്മദീ ഉമ്മത്ത് ഈ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ ഈ ഷഹാദ ലൈവാക്കി നിർത്തിയാൽ മൂസ നബിക്ക് അതേ സഹായം മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനും കിട്ടും, ഈ ഇസ്ലാമിക സമൂഹത്തിന് മുഹമ്മദി ഉമ്മത്തിനും കിട്ടും. അതോടുകൂടി ഇവിടുത്തെ സകല സംവിധാനങ്ങളും താറുമാറാവും. ഇതെന്തേ നമുക്ക് മനസ്സിലാകാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദ ബാത്തിലാക്കാനുള്ള ശ്രമമാണ് അടിസ്ഥാനപരമായി ജൂതൻ നടത്തിക്കൊണ്ടിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതനെ വെച്ചുകൊണ്ട് ശീഇയ്യത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. എന്താണ് ശീഇയ്യത്തിന്റെ ആദ്യത്തെ ജോലി? ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം ഒരാളെ വെക്കുക. അതാണ് അലി റളിയല്ലാഹു തആല അൻഹു. നബി കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രമേ അമീറാകാൻ പാടുള്ളൂ, അവര് മാത്രമേ നബി തങ്ങളുടെ ഖലീഫയാകാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ എന്നും പറഞ്ഞു അഹ്ലു ബൈത്തിന്റെ പോരിശ പറഞ്ഞുകൊണ്ട് അള്ളാഹ്ക്ക് പകരക്കാരനാക്കി അലി അല്ലാഹു തആല അൻഹുവിനെ അവരോധിച്ചു. അവർ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യം വന്ന തരീഖത്ത് അലി തരീഖത്തായിരുന്നില്ലേ? അബ്ദുല്ലാഹി ഇബ്നു സബഅ അല്ലേ ഇതിന്റെ സൂത്രധാരകൻ? ജൂതനായിരുന്നില്ലേ അബ്ദുല്ലാഹി ഇബ്നു സബഅ? ഇവിടെ ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്? ഏത് പ്രസ്ഥാനക്കാർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്? എന്താണെന്ന് അബ്ദുല്ലാഹി ഇബ്നു സബഇനെ കൊണ്ട് ജൂതൻ ചെയ്യിപ്പിച്ചത്? ജൂതന് നേർക്ക് ഒരു മതക്കാരൻ എന്ന നിലക്ക് മക്കത്തും മദീനത്തും പ്രവേശാനുമതിയില്ല. ഇപ്പൊ മദീനത്തേക്ക് വരണമെങ്കിൽ മുസ്ലിം ആകണം. അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ കപട മുസ്ലിമായിട്ട് രൂപപ്പെട്ടു, അഭിനയിച്ചു. എന്നിട്ട് വന്നിട്ട് മദീനയിൽ നബി കുടുംബത്തെയും സഹാബാക്കളെയും ചെന്ന് കണ്ടു. രാപ്പകലില്ലാതെ വീടാന്തരം കയറി അഹ്ലു ബൈത്താണ് എല്ലാറ്റിനും അധികാരികൾ എന്നും പറഞ്ഞ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രതിഷ്ഠാ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സബഅ ജൂദായിസം ആരംഭിച്ചത്. അതുകൊണ്ട് ഇങ്ങോട്ടാണ് ഇന്ന് മൊയ്‌ദി ശൈഖുകൾ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ ഖുതുബിയത്ത് യാ ഇമാം യാ അലി ഖുതുബിയത്തല്ലേ? നിഷേധിക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? അന്ന് കൂഫയിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ എന്തെങ്കിലും ആവശ്യങ്ങൾ നേരിട്ടാൽ പുരോഹിതനോട് പോയിട്ട് പറയും. ആ പുരോഹിതൻ ഖുതുബിയത്ത് നേർച്ചയാക്കാൻ പറയും. അങ്ങനെ യാ ഇമാം യാ അലി ഖുതുബിയത്ത് ഒരു റൂമിൽ വെളിച്ചം അണച്ച് വെളുത്ത തുണി വിരിച്ച് ആ തുണിയിൽ ഗോതമ്പിന്റെ പൊടി വിതറി എന്നിട്ട് ഇരുട്ടത്ത് വിളിക്കാൻ തുടങ്ങും. യാ ഇമാം യാ അലി യാ ഇമാം യാ അലി എന്ന് ഒരു ശൈഖ് വിളിച്ചു കൊടുക്കും. ജൂതന്മാര് ലോകത്ത് ഇസ്ലാമിനെ കൊല്ലാനുണ്ടാക്കിയ ആദ്യത്തെ ഖുതുബിയത്താണ് കൂട്ടരെ. ഇത് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. എന്താ കാര്യം എന്നറിയോ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം, ഹൃദയം ഇസ്ലാമിന് വേണ്ടി തുറന്നു കിട്ടണം. ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി, അവൻ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കണക്ഷൻ കിട്ടിയവനാണെന്ന് പറഞ്ഞു അല്ലാഹു തആല.
ആ രീതിയിൽ ഹൃദയത്തെ അള്ളാഹുവിന്റെ പ്രകാശം കൊണ്ട് തുറന്നു കിട്ടിയവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവൂല കൂട്ടരെ. അതുകൊണ്ടാണ് 98% കുതുബിയത്തിന്റെ ആൾക്കാരായത്. അങ്ങനെ ഇരുട്ടത്ത് മുറി ഇരുന്നിട്ട് യാ ഇമാം യാ അലി എന്ന കുതുബിയത്ത് കഴിച്ച് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു വെളിച്ചം കത്തിക്കുമ്പോൾ ഗോതമ്പിന്റെ പൊടിയിൽ കാൽപ്പാടുകൾ കാണും. ഈ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാ. കുറുകെ ഈ കാല് കാണിച്ചു കൊടുത്തിട്ട് വിഡ്ഢികളോട് പറയുന്ന ബഹുമാനപ്പെട്ട അലി ഹാജറായി, അലിന്റെ കാൽപാദമാണ്, നിങ്ങളെ കാര്യം ഹാസിലായി, ചോറും തന്നിട്ട് നമുക്ക് പിരിയാൻ കൈമടക്കും വാങ്ങിയിട്ട്. ഇതായിരുന്നില്ലേ ജൂതൻ ഉണ്ടാക്കിയ ആദ്യത്തെ കുത്തുബിയത്ത്? ഏതാണ്ട് 1200 കൊല്ലം പഴക്കമില്ലേ ഈ കുത്തുബിയത്തിന്? പഴയ പുതിയതൊന്നല്ല, ഇത് പഴയത് തന്നെ. നമ്മളെ സമ്മതിച്ചു തരുന്നു ഷിയാക്കളോട്, ഇത് പഴയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു. കുരിശ് വിപ്ലവത്തിന് ശേഷം ലോകത്തൊരു പുതിയ രാഷ്ട്രീയ സംവിധാനം അരങ്ങേറി. മതേതരത്വത്തിന്റെയോ അല്ലെങ്കിൽ സെക്യുലറിസത്തിന്റെയോ ഡെമോക്രസിയുടെയോ പേരും പറഞ്ഞ് റോമിന്റെ നേതൃത്വത്തിൽ എല്ലാവർക്കും കൊള്ളാവുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സംവിധാനം കുരിശ് വിപ്ലവാനന്തരം കുരിശ് മേധാവികൾ ഉണ്ടാക്കിയെടുത്തു, യൂറോപ്പ് ഉണ്ടാക്കിയെടുത്തു. അതിലെ ഏതാണ്ട് എല്ലാവരും കുടുങ്ങി, ഇന്നും കുടുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. 11ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച കുരിശ് വിപ്ലവം 16ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവസാനിക്കുന്നത്. ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ക്രൈസ്തവ സമൂഹത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല, റോമിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ആ നിരാശയിൽ ഉടലെടുത്തു, ഇനി മതം വെച്ചുകൊണ്ട കളി വേണ്ട, മതേതരത്വം വെച്ചുകൊണ്ട കളിയാവാം. അങ്ങനെയല്ലേ ഈ 16ാം നൂറ്റാണ്ടിൽ മതേതരത്വം വെച്ചുകൊണ്ട് യൂറോപ്പ് ഒരു പുതിയ രാഷ്ട്രീയ സംവിധാനത്തിന് തുടക്കം കുറിച്ചത്? ആ മതേതരത്വം കൊണ്ടല്ലേ നമ്മളിപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഒരു തരം തന്ത്രമായിരുന്നില്ലേ ജൂതന്റെ? മുസ്ലിമീങ്ങളിൽ ഷഹാദത്തിൽ നിന്ന് അകറ്റാൻ. അതിനുശേഷം ലോകത്ത് മാറ്റങ്ങൾ ഒരുപാട് വന്നു. ലോകം പരസ്പരം അറിയാൻ തുടങ്ങി. 18-19 നൂറ്റാണ്ടുകാലം ലോകത്ത് മുഴുവനും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ യാ ഇമാം യാ അലി കുത്തുബിയത്ത് ജൂതന്റേതാണെന്നും ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി ഷിയാക്കൾക്ക് ജൂതം പഠിപ്പിച്ചു കൊടുത്തതാണെന്നും അതിന്റെ സ്ഥാപകൻ അബ്ദുല്ലാഹി ബിൻ സബ ആണെന്നും തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിവിന്റെ ഫലമായി 1924 കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിമീങ്ങളോട് ഇതിന്റെ അബദ്ധം തുറന്നു പറഞ്ഞപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലാക്കി തുടങ്ങി. അതിന് പകരം 1925 സലഫിയത്തിനോട് പൂർണ്ണമായും വിയോജിപ്പും ജൂതന്റെ ചില തന്ത്രങ്ങളിൽ വീണുപോവുകയും ചെയ്തവർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയില്ല. ഒരു കൊല്ലത്തിന് ശേഷം അവരല്ലേ ഇന്നത്തെ യാഹൂസിയ മുഹീദ്ദീൻ കുത്തുബിയത്ത് കൊണ്ടുവന്നത്. മദ്രാസുകാരനായ കായൽപട്ടണക്കാരനായ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ജൂതന്റെ ഏജന്റ് ഉണ്ടാക്കിയതല്ലേ കുത്തുബിയത്ത്, യാ മുഹീദ്ദീൻ കുത്തുബിയത്ത്. യാ ഇമാം യാ അലി കുത്തുബിയത്തിന് മാർക്കറ്റ് കിട്ടൂല എന്ന് കണ്ടപ്പോൾ യാ ഗൗസി യാ മുഹീദ്ദീൻ കുത്തുബിയത്ത് തുടങ്ങിയതല്ലേ. അതല്ലേ ഇന്നും കേരളത്തിലടക്കം നിങ്ങളെ കാസർഗോഡൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കുത്തുബിയത്ത്. ഇത് ജൂതന്റെതല്ലെങ്കിൽ പിന്നെ എന്താണ്? 200 കൊല്ലത്തെ പാരമ്പര്യമല്ലേ അതിനുള്ളൂ. യാ ഗൗസി യാ ഇമാം യാ അലി കുത്തുബിയത്തിന് പകരം ഉണ്ടാക്കി കൊടുത്ത കുത്തുബിയത്തല്ലേ അത്? അതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ബാത്തിലാക്കാൻ ആദ്യം അവർ ചെയ്തത് ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെ മുന്നിൽ വെച്ചു കൊടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ആളായിട്ട് അവർ കണ്ടത് അലിയിനെയാണ്. ആ കൂട്ടത്തിൽ അലി അള്ളാന്റെ പകരക്കാരനാണ് എന്ന് വിശ്വസിക്കുക വഴി ആ സമൂഹം കാഫിറായി. ഇന്ന് ഏതോ ഒരു മുസ്ലിയാര് അള്ളാന്റെ മുദബ്ബിറാണ്, അള്ളാന്റെ സിഫത്തായ തദ്ബീറിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞിട്ട് കുഫ്റിലേക്ക് പോയതുപോലെ തന്നെ അന്ന് അലി റളിയല്ലാഹു അൻഹുവാണ് അള്ളാന്റെ പകരക്കാരൻ എന്നായിരുന്നു അന്ന് വാദിച്ചത്. ആ അലിയുടെ കുടുംബത്തിൽ മാത്രമേ ഇസ്ലാമിന് നേതൃത്വം വരാൻ പാടുള്ളൂ. അലിയുടെ കുടുംബത്തിലല്ലാത്തവരെ ഇസ്ലാമിന്റെ നേതാവായി അള്ളാഹു അള്ളാന്റെ റസൂലും കാണുന്നില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് കപടനാണ്, ഉമർ ഫാറൂഖ് കപടനാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കപടനാണ്. ഇന്നും ഇറാനിയൻ ഷിയത്ത് ലോകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശ്വാസം അതല്ലേ? അല്ലേ കൂട്ടരെ? ആ ഒരു വിഷമം എന്താണ് നമുക്ക് വരാത്തത്? അള്ളാന്റെ റസൂലിനോടും അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളോടും എന്താണ് ഒരു പ്രയാസം വരാത്തത്? അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ പുളിച്ച മറ്റേതാണ് എന്ന് ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇറാന്റെ മിമ്പറിൽ വെച്ച്. എന്തേ മുസൽമാൻ നിനക്കൊരു വേദന വരാത്തത്? ചോദിക്കുന്നു. അത് ഇപ്പം പറയാൻ പറ്റൂല എന്ന്. അപ്പൊ എനിക്ക് വിശ്വാസത്തെക്കാൾ വലുത് വേറെ എന്തോ ആണ്. അപ്പൊ നിന്റെ വിശ്വാസത്തിന്റെ തോത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈമാൻ എന്നും പറയാനുള്ളതാണ്. അതിന്റെ മുമ്പിൽ എന്ത് സംഭവിച്ചു പോയാലും ഈമാൻ ആദർശമാണ് ആദ്യം പറയേണ്ടത്. ആവശ്യം രണ്ടാമത്തെ പറച്ചിന് മാത്രമാണ്. അല്ലേ? അഷ്റഫുൽ ഖൽഖ് ക്രൂരമായ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്നും പ്രസംഗിക്കുന്നില്ല അവർ. അബൂബക്കറും ഉമറുമാകുന്ന കപടന്മാരുടെ 2 പെൺമക്കളെ കെട്ടുക വഴി മുഹമ്മദ് മുസ്തഫാന്റെ അവയവങ്ങളും 100% സ്വർഗത്തിൽ പോകില്ല എന്ന് ഇന്നും പ്രസംഗിക്കുന്നവരല്ലേ ഷീഈ പണ്ഡിതന്മാര്?
ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇറാനിലെ മിമ്പറിൽ വെച്ച്. അത്രയും നാം പറഞ്ഞിട്ടുള്ളൂ. ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഹബീബിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളെ സ്നേഹിച്ചതിന്റെ പേരിൽ, ആ പ്രിയപ്പെട്ട സഹാബാക്കളെ പറയുന്ന പുളിച്ച തെറി കേട്ട് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, ഇല്ല, ഒരിക്കലും പരിശുദ്ധമായ ഖുദ്സിന്റെ മിമ്പറിൽ വെച്ച് ഇത് പറയാൻ അവസരമുണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും മസ്ജിദുൽ നബവിയിൽ വെച്ച് പറയാൻ അവസരമുണ്ടാകാൻ പാടില്ല. അതേപോലെ മസ്ജിദുൽ ഹറാമിൽ വെച്ച് പറയാൻ അവസരമുണ്ടാകാൻ പാടില്ല. അവരെ കയ്യിലേക്ക് പോയാൽ ആ മിമ്പർ ബഹുമാനപ്പെട്ട അബൂബക്കറിനെയും അഷ്റഫുൽ ഖൽഖിനെയും ഉമറിനെയും ചീത്ത പറയാൻ അവർ ഉപയോഗിക്കും. അത് താങ്ങാൻ കഴിയില്ല. ആർക്ക് താങ്ങാൻ കഴിയും? മുഅ്മിനീങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. മുനാഫിക്കുകൾക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നു വരും, കപടന്മാർക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നു വരും. വെളിയിൽ പുറത്ത് മുസ്ലിം എന്ന് അഭിനയിക്കുകയും ഉള്ളിൽ നിഫാഖുമായി നടക്കുന്ന കപടന്മാർക്ക് ചിലപ്പോൾ സഹിക്കാൻ കഴിയുന്നു വരും. അഷ്റഫുൽ ഖൽഖിനെയും പ്രിയപ്പെട്ട സഹാബാക്കളെയും സ്നേഹിക്കുന്നവർക്ക് സഹിക്കാൻ കഴിയുന്നു വരികയില്ല. ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ടാലും, അത് പറഞ്ഞല്ലോ പണ്ട് സഹാബി പറഞ്ഞില്ലേ, തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് അന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അന്ന പള്ളിയിൽ ബഹുമാനപ്പെട്ട സഹാബിയെ ശത്രുക്കള് തൂക്കിക്കൊല്ലാൻ നേരത്ത് മുഹമ്മദ് നബിയെ പറ്റി എന്തെങ്കിലും ഒരു കുറ്റം, എന്നാ നിന്നെ വെറുതെ വിടാം, ഈ സ്ഥാനത്ത് മുഹമ്മദ് നബി ആണെങ്കിൽ എന്ന് നീ ഒരു കുറ്റം പറഞ്ഞാൽ മതി, ഒരു തെറി പറയണ്ട, നീ സഹിക്കുമെന്ന് പറഞ്ഞാൽ മതി. എന്താ സഹാബി പറഞ്ഞത്? ഇല്ല, എന്നെ ഇഞ്ചിഞ്ചായിട്ട് മുറിച്ചാലും എന്റെ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ ഒരു മുള്ളു ഇറക്കുന്നത് ഞാൻ സഹിക്കൂല എന്ന് പറഞ്ഞിട്ട് ആ തൂക്കുമരത്തിൽ ഷഹീദായ സഹാബി പ്രസംഗിക്കാൻ എളുപ്പ, പേനയുണ്ടെങ്കിൽ ഉണ്ടാനും എളുപ്പ, ചാനലുണ്ടെങ്കിൽ ചിരിച്ച് കളിച്ച് മതിച്ച് സഹാബാക്കളെ കുറവാക്കുന്നവനെ സ്തുതിക്കാനും എളുപ്പ. പക്ഷെ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് സ്നേഹമായിട്ട് വരുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാകുക. അപ്പോഴാണ് ഈ ഈമാന്റെ തോതടക്കാൻ നമ്മളെ കൊണ്ട് പറ്റുക. ചുരുക്കത്തിൽ അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം അലിയെ അവരോധിച്ച് ഇന്ന് 1400 കൊല്ലം കഴിഞ്ഞിട്ടും ആ സിദ്ധാന്തം തുറന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട സഹബാക്കളെ തെറി പറയലും തുറന്നുകൊണ്ടിരിക്കുകയല്ലേ? മുഅവിയ റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരനാണെന്നും സ്വതന്ത്രപക്ഷവാദിയാണ് ഉസ്മാൻ എന്നും, രാഷ്ട്രീയക്കാരനാണ് മുഅവിയ, കുഴപ്പക്കാരനാണ് എന്ന് ഇപ്പോഴും ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാം പാർട്ടി മുതൽ അങ്ങ് ഈജിപ്തിലെ ഇസ്ലാം പാർട്ടി വരെ ഒരു മടിയും ഇല്ലാതെ പറഞ്ഞ് സമൂഹത്തെ രാഷ്ട്രീയമായി ഇളക്കി വിട്ടിട്ട് ചൂടാക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു, അപ്പുറത്ത് ബാത്തിലാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയാണ്, മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ സഹീഹാകാൻ 5 കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അൽ ഇൽമു ബിദാത്തിഹി തആല, അല്ലാഹുവിന്റെ ഉണ്മയെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം. അല്ലാഹുവിനുള്ളത് അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. അല്ലാഹ്ക്ക് കൈയുണ്ട്, ആ കൈ അല്ലാഹ്ക്ക് മാത്രമുള്ളതാണ്. വലാ ശബിഹ ലഹു വലാ മിസ്ല ലഹു, അതുപോലെ ഒരു കൈ വേറെയില്ല. അല്ലാഹു മുഖമുള്ളവനാണ്, മുഖം എന്ന സിഫത്തുള്ളവനാണ്, അതിന് തുല്യമായ സിഫത്ത് വേറെയില്ല, അതിൽ അല്ലാഹ് മാത്രമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലുള്ളവനാണ്, ഇതല്ലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. പക്ഷെ ആ കാലിന് തുല്യമായിട്ട് വേറൊരു കാലില്ല. ആ രീതിയിൽ അല്ലാഹുവിന്റെ ദാത്തിനെ അംഗീകരിക്കാൻ നാം തയ്യാറാകണം. എന്നാലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് ചെയ്യാവുള്ളൂ. ഒരു അരമണിക്കൂറുണ്ടോ 3 മണിക്കൂറുണ്ടോ പഠിക്കാൻ പറ്റുന്ന കേസല്ല അത്. അത് തന്നെ നാവും പകലും അതിന് മുഖം കുത്തി ഇരുന്ന് പഠിച്ചെങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. മരിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും ഷഹാദത്ത് സഹിയാക്കുക മുഅ്മിനെ, അതായിരിക്കും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി. രണ്ടാമതായിട്ട് അൽ ഇൽമു ബി റുബൂബിയ്യത്തിഹി തആല, അല്ലാഹു റബ്ബാണെന്നറിയണം. ഒരാൾ പറഞ്ഞു എനിക്ക് റബ്ബാരാണെന്ന് എനിക്കറിയില്ല, അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ചൊല്ലുന്നു, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വഹീഹല്ല. അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തെങ്കിലേ ആ ഷഹാദത്ത് സഹിയാവുകയുള്ളൂ. മൂന്നാമത് അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്ത് അറിയണം. എന്താണ് ഉലൂഹിയ്യത്ത്, എന്താണ് റുബൂബിയ്യത്ത്, അതൊന്നും എനിക്കറിയണ്ട, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് സഹിയാകാൻ അല്ലാഹു ഇലാഹാണെന്നും കൂടി അറിയണം. അപ്പോൾ എന്താണ് ഉലൂഹിയ്യത്ത്? പോരാ, അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ അറിയണം, അല്ലാഹുവിന്റെ വിശേഷണങ്ങളും നാമഗുണങ്ങളും അറിയണം, അതിന് തുല്യമായിട്ട് വേറെ ഒന്നില്ല എന്നും അറിയണം. എന്തൊക്കെയാണ് അത് എന്ന് മൊത്തത്തിലെങ്കിലും അറിയണം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഇന്നലില്ലാഹി ഇന്നലില്ലാഹി 99 ഇസ്മാ, അല്ലാഹു തആലക്ക് 99 പേരുകളുണ്ട്. 100 പേരുകൾ ഒന്നൊഴികെ, അഥവാ 99 പേരുകൾ. വമൻ അഹ്സാഹാ ദഖലൽ ജന്ന, ഏതൊരുത്തൻ അല്ലാഹുവിന്റെ ആ 99 നാമങ്ങളെ ഇഹ്സായി ചെയ്തോ ഉൾക്കൊണ്ടോ
അവൻ സ്വർഗത്തിൽ കടന്നു റസൂലുള്ളാഹി തങ്ങൾ. എന്താണ് ഈ 99 പേരിൽ ഇഹ്സാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരുകൾ കാണാതെ മനഃപ്പാഠം പഠിക്കുക. അതേപോലെ തന്നെ അതിന്റെ മഅന എന്താണെന്ന് പഠിച്ചിരിക്കുക. അതിന്റെ മഅന മനസ്സിലാക്കിയെടുക്കുക. അല്ലാഹുവിന്റെ അസ്മാഉകളെ വെച്ചുകൊണ്ട് നാം നമ്മുടെ അമലുകളെ ക്രമീകരിക്കുക. നിസ്സാരமான വിഷയം. നമുക്കതൊന്നും അറിയണ്ട. നമുക്ക് അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പോരാ. അല്ലാഹുവിന്റെ ദാത്ത് അറിയണം, അല്ലാഹുവിന്റെ റുബൂബിയത്ത് അറിയണം, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അറിയണം, അല്ലാഹുവിന്റെ അസ്മാ സിഫാത്ത് അറിയണം. ആ ഇൽമു വെച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. പഠിച്ചാ തീരോ? പറഞ്ഞാ തീരോ? രണ്ടാമത്തെ ഷഹാദയിലേക്ക് കടക്കുക. നമ്മൾ ഒരുപാട് നാളുകളായി ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് രണ്ടാമത്തെ ഷഹാദ. രണ്ടാമത്തെ ഷഹാദ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. മുഹമ്മദി റിസാലത്തിനെതിരായിട്ടാണ് മുസ്ലിമീങ്ങൾ അങ്ങോളം ഇങ്ങോളം, അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് കേരളം വരെ അഹ്സാബുകൾ മുഴുവനും മുഹമ്മദി റിസാലത്തിന്റെ തത്വങ്ങൾക്കെതിരായിട്ട് ഭാഗികമായിട്ടെങ്കിലും നിലനിൽക്കുകയാണ്. അഹ്സാബുകൾ കേട്ടിട്ടുണ്ടോ? അഹ്സാബ് യുദ്ധം. എല്ലാ ചവറുകളും ഒറ്റക്കെട്ടായിട്ട് ഒരു ഭാഗത്ത്, അല്ലാഹു റസൂലും സഹാബാക്കളും മാത്രം മറുഭാഗത്ത്. അതാണ് അഹ്സാബ് യുദ്ധം. ഖന്തഖ് യുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ജൂതൻ മുതൽ, ക്രിസ്ത്യാനി മുതൽ, മജൂസി മുതൽ, ഖുറൈശി മുശ്രിക്ക് മുതൽ, ജാറക്കാര് മുതൽ, ശാസ്ത്രക്കാര് മുതൽ, വലീദിനെ പോലെയുള്ള ശാസ്ത്രക്കാര് മുതൽ എല്ലാവരും ഒറ്റക്കെട്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അഷ്റഫുൽ ഖൽഖും ന്യൂനപക്ഷം വരുന്ന സഹാബാക്കളും മാത്രം. ലോകത്തെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ? അഹ്സാബുകൾ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ദുനിയാവിൽ ജനകീയ കോടതിയിൽ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ അഹ്സാബുകൾ. ജീവിച്ചിരിക്കുന്ന ജിന്നുകളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, മരിച്ചുപോയ വ്യക്തികളെ കൊണ്ട് ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, കാലഹരണപ്പെട്ടുപോയ സയൻസ് വെച്ചിട്ട് മുഹമ്മദി റിസാലത്തിലുള്ള ഷഹാദത്തിനെ ബാത്തിലാക്കിയവർ, ആ രീതിയിൽ മുഴുവൻ ബാത്തിലിന്റെ ശക്തികളും അഹ്സാബുകളെ പോലെ ഒറ്റക്കെട്ടാണ്. ആർക്കെതിരെ? ഒരു നൂറ്റാണ്ട് കാലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രസക്തി കേരളക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മുൻപിട്ട് നിൽക്കുകയും അതേപോലെ തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷത്തിനെതിരെ. അതല്ലേ ലോകത്തിന്റെ ചരിത്രം? കാണാവുന്നേ ഉള്ളൂ. എല്ലാ സംഭവങ്ങളും നാം സാക്ഷികളാകാൻ പോകുന്നേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് വിചാരണ ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദിവസങ്ങൾക്കകം ആ വിചാരണ പൂർത്തിയാകും. അപ്പോൾ ആരൊക്കെയായിരിക്കും ലോകത്ത് ഭായി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അന്നും നാം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്തിൽ തീവ്രമായി നിലനിൽക്കുന്നുണ്ടാവും. മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ഷഹാദത്തിൽ തീവ്രമായി നിലനിൽക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, മതക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു ഈക്കുപോക്ക് ആദർശ രംഗത്തുണ്ടാകാമായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് പ്രിയപ്പെട്ട മൂത്താപ്പാന്റെ ജനാസയിൽ പങ്കെടുക്കുമായിരുന്നില്ലേ? അലി ബിൻ താലിബിന്റെ ബാപ്പ മരിച്ചു, അബൂ താലിബ്. അലി ബിൻ താലിബ് അഷ്റഫുൽ ഖൽഖിനോട് വന്നിട്ട് പറഞ്ഞു, ബാപ്പ മരിച്ചു നബിയെ. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, മറമാടിക്കള എന്ന്. എന്തേ റസൂലുള്ളാഹി ഞങ്ങൾ ആ മയ്യിത്തിന്റെ ആചരണത്തിൽ പങ്കെടുത്തില്ല? എന്തേ അഷ്റഫുൽ ഖൽഖ് ഒരു വിട്ടുവീഴ്ച ചെയ്തില്ല? അബൂ താലിബ് ഷഹാദത്ത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആളാ. ആദർശപരമായിട്ട് ഒരു കാരണത്താലും അംഗീകരിക്കാൻ പറ്റുകയില്ല. പണ്ട് നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സ്വന്തം മോനെ സംബന്ധിച്ച്, ഇന്നഹു ലൈസ മിൻ അഹ്ലി വനൂർ. ശുക്ലബന്ധം മാത്രം പോരാ കുടുംബബന്ധത്തിന്, ആദർശബന്ധവും കൂടി വേണം കുടുംബബന്ധത്തിന്. നിന്റെ മോൻ അല്ല എന്ന് ബാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹു തആല നൂഹ് നബിയോട് പറഞ്ഞില്ലേ? സ്വന്തം മോന്റെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച, മൂത്താപ്പ അബൂ താലിബിന്റെ കാര്യത്തിൽ ചെറിയൊരു വിട്ടുവീഴ്ച ഇല്ല, കൂട്ടരെ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. മറുപുറത്ത് എന്ത് സംഭവിച്ചാലും അവനവന്റെ ഷഹാദത്ത് നിലനിർത്തിയിട്ട് മതി ബാക്കി ഏതൊരു കാര്യം പറയുമ്പോഴും. ഇപ്പൊ സംഭവിക്കുന്ന എന്താ? ഉലമാക്കൾ എന്ന് പറയുന്നവർ, സലഫികൾ എന്ന് പറയുന്നവർ, ആ രീതിയിൽ കോലം കെട്ടുന്നവർ ഇപ്പം പറയേണ്ട വിഷയമല്ല അത്, ഇപ്പം മറ്റേതാ പറയേണ്ടത് എന്ന് നിന്റെ ഈമാൻ ഉണ്ടാവും.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇപ്പം പറയേണ്ടതല്ല, അത് പിന്നെ പറയാം. അന്തരീക്ഷമൊക്കെ ശാന്തമായി ജനങ്ങളൊക്കെ സ്വസ്ഥമായി ഇരിക്കുമ്പോൾ പറയാം. ഇപ്പം പ്രക്ഷുബ്ധമായ അവസ്ഥയിലാണ്, അതുകൊണ്ട് ഇപ്പം പറയേണ്ടതല്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഷഹാദത്ത് എന്താവും? നിന്റെ ഈമാൻ എന്താവും? എന്തായിരുന്നു സഹാബാക്കളുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളും ചരിത്രങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്? അതുകൊണ്ട് തന്നെ ലോകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച ഈ മിമ്പറിൽ വെച്ച് ദുആ ചെയ്തു. അല്ലാഹ്, ഫലസ്തീനിൽ നിന്ന് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മുസ്ലിമിനെയും കൊല്ലാൻ ഇടവരുത്തരുതേ അല്ലാഹ്, നീ ഇടപെട്ടേ പറ്റൂ. ഫലസ്തീനിൽ നിന്ന് മരിച്ചു വീഴുന്ന മയ്യിത്തുകളെ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അതേപോലെ തന്നെ ചാനലുകൾ നടത്തുന്നവരുണ്ടൊന്ന് മരിച്ചു കിട്ടിയാൽ അമ്പയ്യത്തിന്റെ ചോര ഒലിപ്പിച്ചത് കാണിച്ച് സമൂഹത്തിന്റെ മനസ്സിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ മെനക്കിടുന്ന ജൂതന്റെ ഏജൻസികൾ ഉണ്ടല്ലോ. അതുകൊണ്ട് നീ ഫലസ്തീനിൽ ഒരു മനുഷ്യനെ ഇനി നീ മരിക്കാൻ ഇടവരുത്തല്ലേ അല്ലാഹ്. ആ ദുആ അല്ലാഹ് കബൂലാക്കി. മാഷാ അല്ലാഹ്, ഈ ഒരാഴ്ചക്കുള്ളിൽ ഫലസ്തീനിൽ നിന്ന് നമ്മുടെ കൂടപ്പിറപ്പുകൾ ആരും മരിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നടക്കുന്നത് രാഷ്ട്രീയ യുദ്ധങ്ങൾ. അതിന്റെ ഗതിവിഗതികൾ അസ്ബാബുകളെ കൊണ്ട് തീരുമാനിക്കപ്പെടും. അസ്ബാബും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അസ്ബാബുകൾ തമ്മിൽ തീരുമാനിക്കപ്പെടും എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അതിൽ നമ്മൾ ഇടപെടേണ്ട. നമുക്ക് ഇടപെടാനുള്ളത് ഫലസ്തീനികളുടെ കാര്യത്തിലാണ്. ഫലസ്തീനികൾ നമ്മുടെ മുസ്ലിമീങ്ങളായ സലഫികളായ മുഅ്മിനീങ്ങളായ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. ആ കൂടപ്പിറപ്പുകളെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് മറുപക്ഷത്തുള്ള രണ്ട് ശത്രുവിന്റെയും താല്പര്യമാണ്. അതേ അവസരത്തിൽ നമുക്ക് മാനസികമായ കൂറും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരോടാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവരോടാണ്. അതെ, അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹ്, ലോകത്തിൽ രാഷ്ട്രീയമായ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം, പശ്ചിമേഷ്യൻ രാഷ്ട്രീയം, എന്തൊക്കെ കൂട്ടലുകളും കുറയ്ക്കലുകളും തിരുത്തലുകളും വന്നാലും പരിശുദ്ധമായ ഖുദ്സ് നിന്റെ ഹബീബിനെ ചീത്ത പറയുന്നവരെ കയ്യിൽ നീ വരുത്തല്ലേ അല്ലാഹ്. നിന്റെ പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബാക്കളെ ചീത്ത പറയുന്നവരെ കയ്യിൽ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം ആ ഖുദ്സിന്റെ മിഹ്റാബിൽ നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് കപടനാണ് എന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാൻ മാത്രം മുഅ്മിനീങ്ങൾക്ക് സാധ്യമല്ല അല്ലാഹുവേ. ഇതാണ് നമ്മുടെ ദുആ. സാധിക്കുമെങ്കിൽ പറ. സമൂഹത്തോട് ഞാൻ ചോദിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ പറ. അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയുന്ന എത്രത്തോളം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ. ഫാത്തിമ മാത്രമേ അഷ്റഫുൽ ഖൽഖിന്റെ മകളായിട്ടുള്ളൂ. വേറെ ഏത് മോളില്ല. ആ പെൺമക്കളൊക്കെ ഖദീജക്ക് വേറെ ഭർത്താവിൽ ഉണ്ടായതാണ്. എന്താ കാര്യം എന്നറിയോ? അഷ്റഫുൽ ഖൽഖിന്റെ രണ്ട് പെൺമക്കളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഉസ്മാൻ ആകുന്ന കാഫിർ, മുബ്തദി, ഉസ്മാൻ ആകുന്ന മുനാഫിഖ് അല്ലെങ്കിൽ ഫാസിഖ്, ആ രണ്ട് പെൺമക്കളെ കെട്ടൂല. റസൂലുള്ളാഹിന്റെ മക്കളാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കൂല നബി. റസൂലുള്ളാഹിന്റെ മക്കളല്ലാത്തോണ്ടാണ്. എന്തെല്ലാം അപകടകരമായ വാദങ്ങളാണ് ഈ ജൂതന്റെ തനി പകർപ്പുകൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അലറുന്നു അല്ലേ? എന്റെ അലർച്ച നിങ്ങൾക്ക് മനസ്സിലാകും ഇൻഷാ അല്ലാഹ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹൈസാബിലെ ഓരോരുത്തരും ഭൂമിയിൽ ജനകീയ കോടതികൾ വിചാരണ ചെയ്യപ്പെടും. ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിലും അന്ന് കാണാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. രണ്ടാമത്തെ ഷഹാദ സഹീഹാകാൻ ആദ്യം അതിനെ സംബന്ധിച്ചുള്ള ഇൽമ ഉണ്ടാവണം. എന്താണ് ഇൽമ? രണ്ടാമത്തെ ഷഹാദ പ്രസക്തമാണ് ഇനി അങ്ങോട്ടുള്ള ചർച്ചയിൽ. അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഇൻഷാ അല്ലാഹ്. അതെ, അഹ്സാബുകൾ ഏത് കോലത്തിൽ പ്രവർത്തിച്ചാലും പറയാനുള്ളത് നാം സമൂഹത്തോട് പറയുക തന്നെ ചെയ്യും. അല്ലാഹു ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ആയുസ്സും ആരോഗ്യവും അവസരവും അല്ലാഹുവിന്റെ കയ്യിലുള്ളതാണ്. ബിയദിഹി സുബ്ഹാനഹു വ തആല. രണ്ടാമത്തെ ഷഹാദ സഹീഹാകാൻ നാം 5 കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അൽ ഇൽമു ബിൽ മുഹമ്മദിയ്യ. ഞാൻ രണ്ടാമത്തെ ഷഹാദ കൊടുത്തത് മുഹമ്മദി എന്ന വ്യക്തിക്കാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആരാണ് ഈ മുഹമ്മദി എന്ന് അറിഞ്ഞിരിക്കണം. ഏതോ മുഹമ്മദ് എനിക്കറിയില്ല, ഞാൻ അംഗീകരിക്കുന്നു മുഹമ്മദ് സല്ലല്ലാഹു പോരാ. മുഹമ്മദ് ആദം തറവാട്ടിലെ മനുഷ്യ തറവാട്ടിലെ
ഇബ്രാഹിം എന്ന പൊന്നുമോന്റെ, ആദമിന്റെ പൊന്നുമോന്റെ രണ്ടാൺമക്കളിൽ ഒന്നാമത്തെ മോനായ ഇസ്മായിലിന്റെ പാരമ്പര്യത്തിൽ അല്ലാഹു തആല ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ തറവാട്ടിൽ ഖുറൈശി കുലത്തിൽ ഹാഷിം വംശത്തിൽ അബ്ദുല്ലാന്റെ മോനായിട്ട് പിറന്ന മുഹമ്മദ് തന്നെയായിരിക്കണം ഞാൻ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്ന മുഹമ്മദ്. അത് പഠിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഷിയാക്കളെ കുടുക്കി കൊടുക്കും. ഇവിടുത്തെ ഷിഈമൊല്ലമാര് എന്താണ് സമൂഹത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ജാറത്തെ ന്യായീകരിക്കാൻ വേണ്ടി അറബികൾ എന്ന് പറയുന്നത് പൊട്ടന്മാരും മന്ദബുദ്ധികളുമാണെന്നും ആ അറബികൾക്ക് അള്ളാനെ പറഞ്ഞു കൊടുക്കാനാണ് മുഹമ്മദ് നബി വന്നത് എന്നുമുള്ള കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചില്ലേ? ഭൂമിയിൽ ഖുറൈശി തറവാട്ടുകാരെക്കാൾ ബുദ്ധിയുള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഖുറൈശി തറവാട്ടുകാരെക്കാൾ വലിയ തറവാട് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഖുറൈശി തറവാടിനേക്കാൾ ഏറ്റവും ബഹുമാന്യമുള്ള മനുഷ്യ തറവാട് വേറെ ഉണ്ടോ? അഷ്റഫുൽ ഖൽഖിന്റെ കുടുംബമാണത്. അഷ്റഫുൽ ഖൽഖിനെ ജനിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തത് ഖുറൈശി തറവാട്ടിലാണ്. അതുകൊണ്ട് ഖുറൈശി തറവാട്ടിനെ കൊച്ചായി കാണാൻ നമുക്ക് പറ്റൂല. ഇൻസാനിയത്തിന്റെ ഭാഷയിൽ ഖുറൈശി തറവാട് ഇബ്രാഹിമിന്റെ മക്കളാണ്. ബനു ഇസ്മായിൽ ഇസ്മായിലിന്റെ മക്കളാണ്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽ അദ്നാൻ മുതൽ ഇങ്ങോട്ട് 20ാമത്തെ ഒപ്പുപ്പ അബ്ദുള്ളക്ക് ജനിച്ച മോനാണ് മുഹമ്മദ്. മുഹമ്മദ് മുസ്തഫാന്റെ മുഹമ്മദിയത്ത് കൃകൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഷഹാദത്ത് സഹിയാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ്. എനിക്ക് കൂടുതലൊന്നും അറിയില്ല മുഹമ്മദിനെ പറ്റി, എന്നാലും ഞാൻ മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്നു. അങ്ങനെയാണോ നമ്മുടെ ഷഹാദ? ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ഖുറൈശി തറവാട്ടിലെ ഇന്ന പാരമ്പര്യത്തിൽ ജനിച്ച മോനാണ് മുഹമ്മദ്. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. തെളിവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നാം അബ്ദിയത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദ് മുസ്തഫാന്റെ റിസാലത്തിന് കൊടുക്കുന്ന ഷഹാദത്ത് സ്വഹീയാകാൻ മുഹമ്മദ് നബി അബ്ദാണെന്ന് അറിയണം. മഅബൂദിയത്തിന്റെ പശർമ പോലും മുഹമ്മദ് നബിക്ക് വിട്ടുകൊടുത്തുകൂടാ. അബ്ദിയത്തിൽ പൂർണ്ണത പ്രാപിച്ചാലാണ് മുഹമ്മദ് നബി. അള്ളാന്റെ അടിമത്വത്തിൽ പൂർണ്ണത 100% പൂർത്തിയാക്കിയാലാണ് മുഹമ്മദ് നബി. മറ്റാർക്കും, ഒരു നബിക്കും ഒരു റസൂലിനും മുഹമ്മദ് നബിയോളം അബ്ദിയത്ത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചുരുങ്ങിയത് ഹവ്വക്കെങ്കിലും അംഗീകരിച്ചു വിട്ടുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തിന്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ അനുസരിച്ചില്ല, ചീത്ത പറയാൻ തുടങ്ങി. സ്വന്തം ഹവയനുസരിച്ച് നാട് വിട്ടു യൂനുസ് നബി. അല്ലാഹു തആല മത്സ്യത്തിന്റെ വയറ്റിലെത്തിച്ചിട്ട് പരീക്ഷിച്ചു. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഏറ്റു പറഞ്ഞു യൂനുസ് നബി. എന്താണ് പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇല്ലേ? ആ രീതിയിലുള്ള ഒരു ചെറിയ അബ്ദിയത്തിനെതിരായ ഒരു വാക്കുപോലും മുഹമ്മദ് നബിയിൽ നിന്ന് വന്നിട്ടില്ല. അത്രയ്ക്ക് പ്യൂറാണ് മുഹമ്മദ് നബിയുടെ അബ്ദിയത്ത്. അതുകൊണ്ടാണ് അല്ലാഹു അബ്ദെന്ന് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ ഇത്രയും പ്രോത്സാഹിപ്പിച്ചത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി. അവിടെ അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖിനെ അബ്ദി എന്ന് അഖസ്സുൽ ഖാസായിട്ട് പറയാൻ കാരണം മുഹമ്മദ് നബിന്റെ അബ്ദിയത്തിന് പോർലേൽക്കുന്ന ഒരു വാക്കുപോലും ഉമ്മത്തികളായ നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പറ്റൂല. മുഹമ്മദ് നബിന്റെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് നബിന്റെ ജാഹ് കൊണ്ട് അത് അബ്ദിയത്തിനെതിരാണ്. അത്തരത്തിൽ അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു കണിക പോലും മുഹമ്മദ് മുസ്തഫക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ആ രീതിയിൽ മുഹമ്മദിന്റെ അബ്ദിയത്ത് അറിഞ്ഞിരിക്കൽ ഷഹാദത്തു സഹിയാകാനുള്ള ശർത്താണ്. മൂന്നാമതായിട്ട് നാം നുബുവത്തുഹു, മുഹമ്മദ് നബിന്റെ നുബുവത്ത് അറിഞ്ഞിരിക്കണം. നാലാമതായിട്ട് റിസാലത്ത് അറിഞ്ഞിരിക്കണം. അഞ്ചാമതായിട്ട് ശരീഅത്ത് അറിഞ്ഞിരിക്കണം. മുഹമ്മദിയത്ത് അറിയണം, അബ്ദിയത്ത് അറിയണം, നുബുവത്ത് അറിയണം, റിസാലത്ത് അറിയണം, ശരീഅത്ത് അറിയണം. ഈ 5 ഇൽമു വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുത്താൽ അത് ജീവിച്ച് തെളിയിക്കണം. അഷ്ഹദുവിന്റെ മഅന അതാണ്. എന്താണ് തെളിയിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ്, അല്ലാഹ് അവസരം തന്നാൽ, ആരോഗ്യം തന്നാൽ, സൗകര്യം, അല്ലാഹു മിമ്പറും മിഹ്റാബും അല്ലാഹു അനുകൂലമാക്കി തന്നാൽ എപ്പോഴെങ്കിലുമായി നമുക്ക് ആ ചർച്ച തുടരാം. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമലിന് ഒരുപാട് തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫലസ്തീനിലെ മക്കളെ എന്നേക്കുമായി സഹായിച്ചൊരു ഏർപ്പാട്, കാലാകാലം നിലനിൽക്കത്തക്ക വിധത്തിലൊരു ഏർപ്പാട്, ആ പരിശുദ്ധ ഖുദ്സ് അഹ്ലുസുന്നയുടെ കയ്യിൽ വരാൻ മാത്രം യോഗ്യതയുള്ളൊരു ഏർപ്പാട്, ആ ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ മാത്രം ഒരു പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചുറ്റുപാട് നിന്റെ ഖുദ്റത്ത് കൊണ്ട് നീ നടത്തിത്തരണം. ഇതിന് മുമ്പുള്ള പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ നീ നിന്റെ ഖുദ്റത്ത് കൊണ്ട് കാര്യങ്ങൾ നടത്തിയതുപോലെ സന്തോഷവും
സമാധാനവുമുള്ള വാക്കുകൾ മാത്രം അമ്മണ്ണിൽ നിന്ന് കേൾക്കാൻ, അമ്മണ്ണിനോട് കൂറ് പുലർത്തി അമ്മണ്ണിലെ മുഅ്മിനീങ്ങളോട് മുസ്ലിമീങ്ങളോട് ക്രൂരമായി പെരുമാറുന്ന ജൂതനെ 24 മണിക്കൂറിൽ അമലിയായിട്ട് പ്രതികരിക്കാൻ നിന്റെ ഹബീബിന്റെ സുന്നത്ത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരികയും ചെയ്യണേ അല്ലാഹുവേ. നമ്മുടെ ദുആ. ജൂതനെ തകർക്കാൻ ഒരേ ഒരു ആയുധം മുഹമ്മദി റിസാലത്തനുസരിച്ച് ജീവിച്ചു കൊടുക്കുക. അതിൽ ഒന്നാമത്തത് ലോകത്തുള്ള മുഴുവൻ ജാറങ്ങളും അടച്ചുമുട്ടുക. അത് മാത്രമാണ് വഴി. ജാറങ്ങൾ അള്ളാന്റെ കോപത്തിന്റെ കേന്ദ്രങ്ങളാണ്, അള്ളാന്റെ ശാപത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ ഭൂമിയിൽ വെച്ചിരിക്കുന്ന കേന്ദ്രം ജാറങ്ങളാണ്. അതിൽ നിന്ന് സമുദായം രക്ഷപ്പെട്ടേ പറ്റൂ. അതാണ് സലഫുകൾ അഹ്ലുൽ ഇൽം അഹ്ലുസ് സുന്ന ലോകത്തെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളോട് വളരെ കൃത്യമായി കേരളത്തിലെ തൗഹീദി പ്രസ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. നാളെയും മറ്റന്നാളും നടക്കുന്ന സമ്മേളനം എറണാകുളത്ത് തീർച്ചയായിട്ടും ഒരു നല്ല തലമുറയെ പുതിയ നൂറ്റാണ്ടിന്റെ യൗവനത്തിലേക്ക് എത്തുമ്പോഴേക്കും, യൗവനം പൂർത്തിയാകുമ്പോഴേക്കും നല്ലൊരു സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിൽ, അതേപോലെ മുഹമ്മദി മുഹമ്മദ് നബിയുടെ റിസാലത്തിൽ ഷഹാദത്ത് പറഞ്ഞത് അടിയുറച്ച് അത് ജീവിതത്തിൽ പകർത്തി ആകാശ കവാടങ്ങളെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി തുറക്കാൻ മാത്രം യോഗ്യതയുള്ളതാക്കി തീർക്കാനുള്ള ഒരു സമൂഹം നിലവിൽ വരണം. അതായിരിക്കട്ടെ നാളെയും മറ്റന്നാളും നടക്കുന്ന സമ്മേളനം. അള്ളാഹു അതിനെ സബബാക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഈ 2 ഷഹാദ അതിന്റെ മധുരത്തോടുകൂടി അള്ളാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും അത് ലൈവാക്കി നിർത്തുകയും ആ ഷഹാദത്ത് വെച്ചുകൊണ്ട് മരിക്കാനും ആ സർട്ടിഫിക്കറ്റുമായി നാളെ അള്ളാനെ കണ്ടുമുട്ടാനും അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും കളം കാലിയാണ് അള്ളാഹുവെ, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല തുലാസ് നിറക്കാൻ. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അള്ളാഹുവെ, മുഹമ്മദ് റിസാലത്തിന് വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അള്ളാഹുവെ. അതിന് ഈ സമൂഹവും ഈ പക്ഷി പർവ്വജാതികളും ജന്തുജീവികളും അണ്ട് പ്രാണികളും സാക്ഷിയാണ് അല്ലാഹുവേ. അന്നത്തെ ദിവസം ഭൂമിക്ക് പറയാനുള്ളത് ഭൂമി പറയും. അപ്പൊ ചോദിച്ചു സഹാബാക്കൾ, മാ അഖ്ബാറുഹാ യാ റസൂലല്ലാഹ്, എന്താണ് ഭൂമിക്ക് പറയാനുള്ളത്? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഭൂമിയുടെ പുറന്തലിക്ക് മുകളിൽ ഒരമത്ത് ഒരടിമയോ അടിമാത്തിയോ എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഭൂമിയിൽ ആ പരിസരത്തുള്ള മുഴുവൻ വസ്തുക്കളും അതിന് സാക്ഷിയായിരിക്കും. ആ വസ്തുക്കൾ വണ്ടി ജന്തു ജീവി പക്ഷി പർവ്വജാതികളും സസ്യലതാദികളും നാളെ ആഖിറത്തിൽ ഇന്നവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി പറയും. ഹാദിഹി അഖ്ബാറുഹാ, അതാണ് ഭൂമിക്ക് പറയാനുള്ളത് എന്ന് സൂറത്തു സിൽസാലിലെ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്ന ആയത്തിന് തഫ്സീറായി അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നാം ആഗ്രഹിക്കുന്നത് ഈ മിമ്പറും ഈ മിഹ്റാബും നാളെ ആഖിറത്തിൽ ജനകോടികളെ മുമ്പിൽ വിചാരണക്ക് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഊനം തിരിഞ്ഞു വരുന്ന അഹ്സാബികളെ സാക്ഷിയാക്കിക്കൊണ്ട് അള്ളാഹു വിചാരണക്ക് വരുമ്പോൾ ഈ മിമ്പറും മിഹ്റാബും പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷാഹിദ, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷാഹിദ. അതിന്റെ ഷഹാദത്തിന് വേണ്ടി അലറിയവനാണ് അല്ലാഹുവേ, അത് കേട്ടവരാണ് ഇരിക്കുന്നത് അല്ലാഹുവേ എന്ന് ഈ സസ്യലതാദികളും വണ്ടി ജന്തു ജീവി പക്ഷി പർവ്വജാതികളും അള്ളാന്റെ മുമ്പിൽ സാക്ഷി പറയാൻ ഉതകുമാറാകണം. ഇതാണ് നമ്മുടെ ദുആ. മാത്രമേ നേടാനുള്ളൂ, വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല, ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നുമില്ല, ഒന്നും തന്നെ യാതൊരു തരത്തിലും ഒന്നിനെയും അവലംബിക്കുന്നുമില്ല. അലാ وإن الله سبحانه وتعالى أمرنا بالصلاة على نبيه أمرا فقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما.